വെൽക്കം ബാക്ക് ടു സിയ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് എടുക്കുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസറിലെ ക്ലാസ് ആണ്. കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഇപ്പോൾ ലാബ് അസിസ്റ്റൻ്റ് ക്ലാസ് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഇന്ന് ഫാസയിനെ കുറിച്ച് പഠിക്കാം. ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് അലൈഡ് ലോസ്. 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും വരുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ദ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006, അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഡെഫിനേഷൻ, അതോറിറ്റീസ് ആൻഡ് ഓഫീസേഴ്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ്. ഇത് വലിയൊരു ടോപ്പിക്കാണ്. ഇതിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻസ് ആണ് ഇതിൽ വരുന്നത്. സോ നമ്മൾ ഈ ഒരു ക്ലാസ് 3-4 വീഡിയോസിലൂടെ ഇത് കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഫാസയുടെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത്. FASE stands for Food Safety and Standard Authorities of India. അപ്പോൾ ഫാസയുടെ ഫുൾ ഫോം എന്തായാലും പഠിച്ചിരിക്കണം. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഫാസെ ഡിപ്പാർട്ട്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്, ഡയറക്റ്റ്ലി അതിനെ കൺട്രോൾ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്. അതുപോലെ ഫാസയെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആക്ട് 2006 അണ്ടറിലായിട്ടാണ് FSSAI ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മാനുഫാക്ചറിങ് ആൻഡ് മാൻഡേറ്ററി ഫോർ എവറി ഓപ്പറേറ്റർ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ സ്കെയിൽ ഓഫ് ബിസിനസ്. ഇത് ഈ ഫാസെ എന്ന് പറയുന്നത് അത് റെസ്പോൺസിബിൾ എന്തിനൊക്കെയാണ്? ഫുഡ് ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ ഫുഡിൻ്റെ മാനുഫാക്ചറിങ്ങിനൊക്കെയാണ്. കൂടാതെ ഇത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒന്നാണ് ഫോർ എവറി ഓപ്പറേറ്റർ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ സ്കെയിൽ ഓഫ് ബിസിനസ്. ഫാസെ ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊട്ടക്റ്റിംഗ് ആൻഡ് പ്രൊമോട്ടിംഗ് പബ്ലിക് ഹെൽത്ത് ത്രൂ ദ റെഗുലേഷൻ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ഫുഡ് സേഫ്റ്റി. അപ്പോൾ എന്താണ് ഈ ഫാസെ എന്ന് പറയുന്നത്? ഫുഡ് സേഫ്റ്റി, അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റിയുടെ സൂപ്പർവിഷൻ, അതുപോലെ അതിൻ്റെ റെഗുലേഷൻ വഴി ഈ പബ്ലിക് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതൊക്കെയാണ് ഈ ഒരു ഫാസയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ ഫാസയുടെ ഫുൾ ഫോം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇതൊരു ഓട്ടോണോമസ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006 അണ്ടറിലാണ്. FSS ആക്ട് എന്ന് നമ്മൾക്കിതിന് ഷോർട്ടായിട്ട് പറയാം. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതാണ് ഇത് എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് മിനിസ്ട്രി ഓഫ് ഫാസെ. അപ്പോൾ നമുക്ക് ഇന്നൊരു ക്വസ്റ്റ്യൻ വരാം, ഫാസയുടെ അഡ്മിനിസ്ട്രേറ്റീവ് മിനിസ്ട്രി ഏതാണ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഡൽഹിയിലാണ് വരുന്നത്. ഇനി FSS ആക്ട് 2006 കൺസോളിഡേറ്റ് various act and orders that had earlier handled food related issues in various ministries and departments such as വാരിയസ് മിനിസ്ട്രിയിലും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റിലും ഓൾറെഡി ഏർലിയർ ചർച്ച ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസുകളും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഓർഡറുകളെയും ഒക്കെ ഏകീകരിക്കുകയാണ് ഈ ഒരു FSS ആക്ട് 2006 ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്നതാണ് പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്ടറേഷൻ ആക്ട് 1954. അഡൾട്ടറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മായം ചേർക്കൽ, അപ്പോൾ ഭക്ഷണത്തിൽ മായം ചേർക്കൽ. ദെൻ ഫ്രൂട്ട് പ്രൊഡക്റ്റ് ഓർഡർ 1955, മീറ്റ് ഫുഡ് പ്രൊഡക്റ്റ് ഓർഡർ 1973, വെജിറ്റബിൾ ഓയിൽ പ്രൊഡക്റ്റ് ഓർഡർ 1947, എഡിബിൾ ഓയിൽസ് പാക്കേജിംഗ് ഓർഡർ 1988, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്റ്റ് ഓർഡർ 1992. അപ്പോൾ ഇതിനെല്ലാത്തിനെയും തമ്മിൽ ഏകീകരിക്കുകയാണ് ഈ ഒരു FSS ആക്ട് ചെയ്തിട്ടുള്ളത്. ദീസ് വർ റീപ്ലേസ്ഡ് ആഫ്റ്റർ കമൻസ്മെൻറ്റ് ഓഫ് FSS ആക്ട് 2006. അപ്പോൾ ഈ ഒരു 2006 FSS ആക്ട് വന്നപ്പോൾ ഈ എല്ലാത്തിനെയും അവിടെ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്തത്, അതായത് റദ്ദാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഫാസെ രൂപം കൊണ്ടിട്ടുള്ളത്, FSSAI രൂപം കൊണ്ടിട്ടുള്ളത്. 2008 അത് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ വർക്കും അതുപോലെ തന്നെ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം വിജ്ഞാപനങ്ങളും എല്ലാം നടത്തിയതിന് ശേഷമാണ് ഇത് 2011 ഫുഡ് അതോറിറ്റിയിൽ എഫക്റ്റീവ്ലി അത് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. പ്യുവർ റെഗുലേറ്ററി റിജീംസ്, അതായത് ഈ നിയന്ത്രിത വ്യവസ്ഥകൾക്ക് പ്രാധാന്യം നൽകുന്നതിനേക്കാൾ കൂടുതലായിട്ട് അവർ
ഫോക്കസ് ചെയ്തിട്ടുള്ളത് സെൽഫ് കോംപ്ലയൻസിനാണ്. അങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു മൾട്ടി ലെവലിൽ നിന്നും മാറിക്കൊണ്ട് അതൊരു സിംഗിൾ ലൈൻ ഓഫ് കൺട്രോളിലോട്ട് അത് ഒരു ഉണ്ടായിട്ടുള്ളൊരു മാറ്റത്തിനെ അത് അടയാളപ്പെടുത്തുകയാണ് ചെയ്തത്. ഫാസെ ഫോളോ ചെയ്യുന്ന പ്രധാനപ്പെട്ട 7 കീ പ്രോസസ്സുകളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് സെറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ഫുഡ് പ്രൊഡക്റ്റ്, ദെൻ ഡെവലപ്പ് സേഫ് ഫുഡ് പ്രാക്ടീസസ്, ലൈസൻസ് ഫുഡ് ബിസിനസ്, എൻഷുർ കോംപ്ലയൻസ് ത്രൂ ഇൻസ്പെക്ഷൻ, ടെസ്റ്റ് ഫുഡ് ഫോർ സ്റ്റാൻഡേർഡ്സ്, ട്രെയിൻ ആൻഡ് ബിൽഡ് കപ്പാസിറ്റി, സിറ്റിസൻസ് ഔട്ട്റീച്ച്. അപ്പോൾ ഇതാണ് ഈ ഒരു 7 കീ പ്രോസസ്സുകളാണ് ഫാസെ ഫോളോ ചെയ്യുന്നത്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഫാസെ? ഫാസയുടെ ഫങ്ഷൻസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഫ്രെയിമിംഗ് ഓഫ് റെഗുലേഷൻ ടു ലേ ഡൗൺ ദ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് ഓഫ് ഫുഡ് സേഫ്റ്റി. ഫുഡ് സേഫ്റ്റിക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസും അതുപോലെ തന്നെ മാർഗനിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും രൂപീകരിച്ചു. ദെൻ രണ്ടാമത് പറയുന്നത് ഗ്രാൻഡിങ് ഫാസെ ഫുഡ് സേഫ്റ്റി ലൈസൻസ് ആൻഡ് സർട്ടിഫിക്കേഷൻ ഫോർ ഫുഡ് ബിസിനസ്സസ്. ഫുഡ് ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഫാസെ എന്ത് ചെയ്തു? ഫുഡ് സേഫ്റ്റി ലൈസൻസും സർട്ടിഫിക്കേഷനും നൽകുകയുണ്ടായി. മൂന്നാമതായിട്ട് വരുന്ന ഫംഗ്ഷൻ ലേ ഡൗൺ പ്രൊസീജിയർ ആൻഡ് ഗൈഡ് ലൈൻ ഫോർ ലബോറട്ടറീസ് ഇൻ ഫുഡ് ബിസിനസ്. അതായത് ഫുഡ് ബിസിനസ്സിൽ വരുന്ന ഈ ഒരു ലബോറട്ടറീസുകൾക്കുള്ള പ്രൊസീജിയേഴ്സും അതുപോലെ തന്നെ ഗൈഡ് ലൈൻസുകളും രൂപീകരിച്ചു. ദെൻ ടു പ്രൊവൈഡ് സജഷൻ ടു ദ ഗവൺമെൻറ് ഇൻ ഫ്രെയിമിംഗ് ദ പോളിസീസ്. എന്ത് ചെയ്തു? ഗവൺമെൻറ്റിന് ഈ ഒരു പോളിസീസൊക്കെ ഫ്രെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സജഷൻസൊക്കെ പ്രൊവൈഡ് ചെയ്തു. ക്രിയേറ്റിംഗ് ആൻ ഇൻഫോർമേഷൻ നെറ്റ്വർക്ക് അക്രോസ് ദ കൺട്രി അബൌട്ട് ഫുഡ് സേഫ്റ്റി. ഫുഡ് സേഫ്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫോർമേഷൻസ് നെറ്റ്വർക്കൊക്കെ ഈ ഒരു അക്രോസ് ദ കൺട്രിയിൽ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. ടു കളക്ട് ഡാറ്റ റിഗാർഡിംഗ് കണ്ടാമിനൻസ് ഇൻ ഫുഡ് പ്രൊഡക്റ്റ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എമർജിംഗ് റിസ്ക് ആൻഡ് ഇൻട്രൊഡക്ഷൻ ഓഫ് റാപ്പിഡ് അലേർട്ട് സിസ്റ്റം. പിന്നെ ചെയ്യുന്നത് ഈ ഒരു ഫുഡ് പ്രൊഡക്റ്റിൽ വരുന്ന കണ്ടാമിനൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്തു. അതുപോലെ എമർജിങ് ആയിട്ടുള്ള റിസ്കുകളെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തു. ആൻഡ് ഒരു റാപ്പിഡ് ആയിട്ടുള്ള അലേർട്ട് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. പ്രൊമോട്ട് ജനറൽ അവെയർനെസ് അബൌട്ട് ഫുഡ് സേഫ്റ്റി ആൻഡ് ഫുഡ് സ്റ്റാൻഡേർഡ്സ്. ഫുഡ് സേഫ്റ്റിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഫുഡ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ജനറൽ ആയിട്ടുള്ള അവെയർനെസ് ഇവർ പ്രൊമോട്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് വരുന്നത് ഹൈലൈറ്റ്സ് ഓഫ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006. FSS ആക്ടിൻ്റെ ഹൈലൈറ്റ്സ് ആണ് നെക്സ്റ്റ് വരുന്നത്. മൾട്ടി ലെവൽ അല്ലെങ്കിൽ മൾട്ടി ഡിപ്പാർട്ട്മെൻറ്റൽ കൺട്രോളിൽ നിന്നും ഒരു സിംഗിൾ ലൈൻ ഓഫ് കമാൻഡിലോട്ട് മാറിക്കൊണ്ട് ഈ ഒരു ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളെയും ഒരു ഒറ്റ സിംഗിൾ റെഫറൻസ് പോയിൻ്റ് ആക്കിയിട്ട് മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു ആക്ടിൻ്റെ പ്രധാന എയിം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഓരോ സ്റ്റേറ്റിലേക്കും ഓരോ ഫാസെ ആൻഡ് സ്റ്റേറ്റിൽ ഉള്ള ഫുഡ് സേഫ്റ്റി അതോറിറ്റീസും ഇത് രൂപീകരിച്ചു. ദെൻ നെക്സ്റ്റ് വരുന്നത് ഹൈലൈറ്റ്സ് ഓഫ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് റൂൾ 2011. അപ്പോൾ 2011 വന്നിട്ടുള്ള ഈ ഒരു ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് റൂളിൻ്റെ ഹൈലൈറ്റ്സ് ആണ് പറയുന്നത്. ദ റൂൾസ് പ്രൊവൈഡ്സ് ഫോർ ഫുഡ് സേഫ്റ്റി അപ്പലേറ്റ് ട്രിബ്യൂണൽ ആൻഡ് the register of appellate tribunal for adjudication of food safety cases. അതായത് ഈ ഫുഡ് സേഫ്റ്റി കേസുകളൊക്കെ തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഫുഡ് സേഫ്റ്റി അപ്പലേറ്റ് ട്രിബ്യൂണലും അതുപോലെ തന്നെ രജിസ്ട്രാർ ഓഫ് അപ്പലേറ്റ് ട്രിബ്യൂണലും അവിടെയുണ്ട്. ഹൈലൈറ്റ്സ് ഓഫ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് റെഗുലേഷൻ 2011 പറയുന്നത് ഇത് കവർ ചെയ്യുന്നത് ലൈസൻസിങ് ആൻഡ് രജിസ്ട്രേഷൻ, പാക്കേജിങ് ആൻഡ് ലാബലിംഗ് ഓഫ് ഫുഡ് ബിസിനസ് ആൻഡ് ഫുഡ് പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ് ആൻഡ് ഫുഡ് അഡിക്റ്റീവ് റെഗുലേഷൻസ്. അപ്പോൾ ഇതെല്ലാമാണ് ഈ ഒരു റെഗുലേഷൻ ആക്റ്റിൽ എന്ത് ചെയ്യുന്നത്? കവറപ്പ് ചെയ്യുന്നത്. ഇറ്റ് പ്രൊഹിബിറ്റ് ആൻഡ് റെസ്ട്രിക്റ്റ് ഓൺ സെയിൽസ് ഓർ അപ്രൂവൽ ഫോർ നോൺ സ്പെസിഫൈഡ് ഫുഡ് ആൻഡ് ഫുഡ് ഇൻഗ്രീഡിയൻസ്. സച്ച് ഇൻഗ്രീഡിയൻസ് മേ കോസ് ഹാം ടു ഹ്യൂമൻ ഹെൽത്ത്. അപ്പോൾ ഇതിലൂടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് പ്രൊഹിബിറ്റ് ചെയ്യുകയും റെസ്ട്രിക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതായത് അപ്രൂവൽ ഇല്ലാത്ത ഈ നോൺ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഫുഡ് അതുപോലെ തന്നെ ഫുഡ് ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ സെയിൽസും അതുപോലെ അപ്രൂവലിനെയും ഒക്കെ ഇത് പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്, റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ അത് ഹ്യൂമൻ ഹെൽത്തിന് ഹാംഫുൾ ആയിരിക്കും. ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ഓൺ ഓർഗാനിക് ഫുഡ് ആൻഡ് റെഗുലേറ്റ് ഫുഡ് അഡ്വർടൈസിങ്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഇത് ഫുഡ് സേഫ്റ്റി ആൻഡ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഓർഗാനിക് ഫുഡിലൊക്കെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ
ഫുഡ് അഡ്വർടൈസിങ്ങിനെയും ഇത് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു ഫാസയുടെ സ്ട്രക്ചറാണ് പറയുന്നത്. അപ്പോൾ ഈ ഫാസ എന്ന് പറയുമ്പോൾ അതൊരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും. അതുകൂടാതെ ഒരു 22 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഔട്ട് ഓഫ് വിച്ച് one third are to be women. അപ്പോൾ ഈ ഫാസയുടെ ചെയർപേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫാസ എന്ന് പറയുന്നതിൽ ഒരു ചെയർപേഴ്സണും 22 മെമ്പേഴ്സാണ് ഉണ്ടായിരിക്കുക. ആശിഷ് ബാഹുഗുന ആണ് ഈ ഒരു കറൻറ്റ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. അതുപോലെ പവൻകുമാർ അഗർവാൾ ആണ് കറൻറ്റ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഫോർ FSSAI എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഈ ഫാസ എന്ന് പറയുന്നത് 5 റീജിയണിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നോർത്തേൺ റീജിയണിൽ വിത്ത് ഹെഡ് ഓഫീസ് ഉണ്ട് അറ്റ് ന്യൂഡൽഹി. ഇനി ഈസ്റ്റേൺ റീജിയൻ ആണെങ്കിൽ അത് കൊൽക്കത്തയിലായിട്ടാണ് വരുന്നത്. നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ആണെങ്കിൽ അത് ഗുവാഹത്തിയിലാണ്. വെസ്റ്റേൺ റീജിയൻ ആകുമ്പോൾ അത് മുംബൈയിലാണ്. ദെൻ സൗത്തേൺ റീജിയൻ ആണെങ്കിൽ കൊച്ചിൻ ആൻഡ് ചെന്നൈ. അപ്പോൾ അങ്ങനെ 5 ഇടങ്ങളിലായിട്ടാണ് ഈ ഒരു ഫാസ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. The Food Authority is assisted by scientific committees and panel. അതായത് ഈ ഫുഡ് അതോറിറ്റീനെ സ്റ്റാൻഡേർഡ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യാനായിട്ട് സയൻറ്റിഫിക് കമ്മിറ്റീസും പാനൽസും ഒക്കെ ഉണ്ടായിരിക്കും. അതുപോലെ ഈ ഒരു എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നതിന് സഹായിക്കാനായിട്ട് സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റീസും ഉണ്ടായിരിക്കും. The primary responsibility for enforcement is largely within the state food safety commissioners. അപ്പോൾ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണേഴ്സിനായിരിക്കും ഈ ഒരു നിയമങ്ങളെല്ലാം പ്രാബല്യത്തിൽ വരുത്താനുള്ള പരമമായ അല്ലെങ്കിൽ പ്രഥമ അധികാരങ്ങൾ ഉള്ളത്. വാട്ട് ആർ ദ ചലഞ്ചസ് ആൻഡ് ഷോർട്ട് കമ്മിങ് ഫേസ്ഡ് ബൈ ഫാസ? അപ്പോൾ അതായത് പ്രിറ്റി മാനുഫാക്ചേഴ്സ്, അതായത് ചെറുകിട സംരംഭകരും റീറ്റെയിലേഴ്സ് ആണെങ്കിലും അവരൊക്കെ ഈ ഒരു ഫാസ ആംബിറ്റിൽ നിന്നും എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അവർ ഗ്രേറ്റ്ലി കോൺട്രിബ്യൂട്ട്സ് ടു അൺഓർഗനൈസ്ഡ് ഫുഡ് സെക്ടർ ഡ്യൂ ടു ഇറ്റ്സ് ലോ പ്രൈസ്. അപ്പോൾ ഈ ലോ പ്രൈസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ചെറുകിട സംരംഭമാണെങ്കിലും അവയിൽ നിന്നൊക്കെയാണ് മോസ്റ്റ് ഓഫ് ദ പോപ്പുലേഷൻ, ഒത്തിരി ആൾക്കാരുകൾ ഫുഡ് ഈ ഒരു കൺസംഷന് വേണ്ടിയിട്ട് മേടിക്കുന്നത്. ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ സച്ച് ആസ് ഫുഡ് ടെസ്റ്റിംഗ് ലബോറട്ടറീസ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 1500-ലധികം പ്രൈവറ്റ് ലാബുകൾ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ കൂടി NABL അക്രഡിറ്റഡ് ആയിട്ടുള്ള ലാബുകൾ 87 എണ്ണം മാത്രമാണ് ഉള്ളത്. NABL എന്ന് പറയുമ്പോൾ അതിന് ഫുൾ ഫോം നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. Shortage of qualified manpower and functional food testing equipments in state food laboratories and referral laboratories resulted in deficient testing of ഫുഡ് സാമ്പിൾസ്. ഇനി മറ്റൊരു ഒരു ചലഞ്ച് ഈ ഫാസ ഫേസ് ചെയ്യുന്നൊരു ചലഞ്ച് എന്ന് പറയുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള മാൻ പവറിൻ്റെ ഷോർട്ടേജ്, അതുപോലെ ഈ ഒരു ഫങ്ഷണൽ ഫുഡ് ടെസ്റ്റിംഗ് എക്യുപ്മെൻറ്റ്സിൻ്റെ ഷോർട്ടേജ്, അതുപോലെ തന്നെ എവിടേക്കായിരിക്കും ഈ ഷോർട്ടേജ് വരുന്നത്? സ്റ്റേറ്റ് ഫുഡ് ലബോറട്ടറികളിലും അതുപോലെ തന്നെ റെഫറൽ ലബോറട്ടറികളിലും ഇത്തരത്തിലുള്ള ഷോർട്ടേജൊക്കെ ഉണ്ടാവുമ്പോൾ അതെന്ത് ചെയ്യുന്നു? ഈ ഫുഡ് സാമ്പിളുകളുടെ ടെസ്റ്റിനെ അത് ഡെഫിഷ്യൻ്റായിട്ട് ബാധിക്കുന്നുണ്ട്, അത് മോശമായിട്ട് അത് ബാധിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ചെയ്തിട്ടുള്ള ഫുഡ് പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ ആ ഫുഡ് പ്രൊഡക്റ്റുകൾ ഫാസയുടെ ക്ലിയറൻസിന് വേണ്ടിയിട്ട് പോർട്ടുകളിൽ സ്റ്റക്കായിട്ട് കിടക്കാറുണ്ട്. ചില സമയത്ത് ഈ ഫാസയെ അംഗീകരിച്ചിട്ടുള്ള ഈ പാക്കേജിങ്ങിൻ്റെ മുകളിലുള്ള ഈ ലാബലിങ്ങിൽ ഉണ്ടാകുന്ന ചെറിയ ഇഷ്യൂസ് അല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാരണം ഈ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ സ്റ്റക്കായിട്ട് കിടക്കാറുണ്ട്. Difference of opinion between the food regulator and the food processing ministry also handicap the ഫാസി ഫങ്ഷനിങ്. അതായത് ഈ ഒരു ഫുഡ് റെഗുലേറ്ററും അതുപോലെ തന്നെ ഫുഡ് പ്രോസസ്സിംഗ് മിനിസ്ട്രിയും തമ്മിലുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങളും ഫാസയുടെ പ്രവർത്തനത്തെ അത് ബാധിക്കുന്നുണ്ട്. അക്കോർഡിംഗ് ടു എ CAG report, FASE is yet not frame regulations and guideline to govern different procedures. അപ്പോൾ ഈ ഡിഫറെൻറ്റ് പ്രൊസീജിയേഴ്സിനെ ഗവേൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള റെഗുലേഷൻസോ ഗൈഡ് ലൈൻസോ ഫാസെ ഇതുവരെയായിട്ടും ഫ്രെയിം ചെയ്തിട്ടില്ല എന്നാണ് CAGയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അത് കൂടാതെ CAG നടത്തിയിട്ടുള്ള ഈ ഓഡിറ്റിങ്ങിലൂടെ 50% കേസുകൾക്കും ഈ ഒരു 50%-ലധികം കേസുകൾക്കും ഈ ഒരു ഫുഡ് ലൈസൻസുകൾ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ്റെ ബേസിസിൽ തന്നെയാണ് എന്ന് ഈ ഒരു CAG കണ്ടെത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഫാസയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ലാൻഡ്മാർക്ക് കേസുകളാണ്. ഫസ്റ്റ് പറയുന്നത് നെസ്ലെ ഇന്ത്യ ലിമിറ്റഡ് മാഗി കേസ്.
ഈ മാഗി കേസ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ദ മാഗി നൂഡിൽസ് വേർ റിപ്പോർട്ടഡ് വിത്ത് എക്സസ് ലെഡ് കണ്ടൻറ്റ്. ഓക്കെ, അപ്പോൾ എക്സസ് ആയിട്ടുള്ള ലെഡ് ഉള്ളത് കൊണ്ട് തന്നെ അത് ഹ്യൂമൻ കൺസംഷന് അൺഫിറ്റാണ്. സോ ഈ ഫാസയെ അത് ബാൻ ചെയ്യണമെന്ന് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നൊരു കേസ് കാഡ്ബറി ഇന്ത്യയാണ്. ഇറ്റ് വാസ് റിപ്പോർട്ടഡ് ദാറ്റ് വേംസ് വാസ് ഫൗണ്ട് ഇൻ കാഡ്ബറീസ് ഡയറി മിൽക്ക്. ഈ ഡയറി മിൽക്കിൽ വേംസിൻ്റെ പ്രസൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. വേംസിനെ, പുഴുക്കളെ കണ്ടതിനെ തുടർന്നിട്ട് ഫാസ എന്ത് ചെയ്തു, പാക്കേജിങ് എന്ന് പറയുന്നത് അത്ര എന്താ പറയുക പ്രോപ്പർ അല്ല, അതുപോലെ തന്നെ എയർ ടൈറ്റ് ആയിട്ടുള്ളതല്ല എന്നൊക്കെ ഈ ഒരു ഫാസ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പാക്കേജിങ്ങിനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നും ഫാസ സൂചിപ്പിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഫാസയുടെ ഇനീഷ്യേറ്റീവ്സ് ആണ് പറയുന്നത്. വാട്ട് ആർ ദ ഇനീഷ്യേറ്റീവ്സ് ഓഫ് ഫാസെ? ഫസ്റ്റ് ഉള്ളത് ഹാർട്ട് അറ്റാക്ക് റീവൈൻഡ്. അതിൽ പറയുന്നത് ഇതാണ് ആദ്യത്തെ ഒരു മീഡിയ ക്യാമ്പയിൻ എന്ന് പറയുന്നത്, മീഡിയ ക്യാമ്പയിൻ ഓഫ് ഫാസെ എന്ന് പറയുന്നത്. ഫാസയുടെ ഇതിലത്തെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് 2022 ആ ഒരു വർഷത്തോടു കൂടി ഇന്ത്യയിലുള്ള ട്രാൻസ് ഫാറ്റിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് വന്നിട്ടുള്ള ഒന്നാണ് ഈ ഒരു ഹാർട്ട് അറ്റാക്ക് റീവൈൻഡ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി ഇൻഡെക്സ് SFSI. ദ ഫാസെ ഡെവലപ്ഡ് ദ സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി ഇൻഡെക്സ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ദ ഇൻഡെക്സ് ടു മെഷർ ദ പെർഫോമൻസ് ഓഫ് സ്റ്റേറ്റ് ഓൺ 5 സിഗ്നിഫിക്കൻറ്റ് പാരാമീറ്റേഴ്സ് ഓഫ് ഫുഡ് സേഫ്റ്റി. ഫുഡ് സേഫ്റ്റിയുടെ 5 സിഗ്നിഫിക്കൻറ്റ് പാരാമീറ്റേഴ്സിലുള്ള ഈ സ്റ്റേറ്റിൽ ഉള്ള ആ ഒരു പെർഫോമൻസിനെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡെക്സാണ് ഈ ഒരു SFSI എന്ന് പറയുന്നത്. ഈ പാരാമീറ്റർ എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ, കംപ്ലൈൻസ്, ഫുഡ് ടെസ്റ്റിംഗ്, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സർവൈലൻസ്, ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് കൺസ്യൂമർ എംപവർമെൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ള 5 പാരാമീറ്റേഴ്സാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. SFSI നമ്മുടെ രാജ്യത്തിലുള്ള ഈ ഒരു ഫുഡ് സേഫ്റ്റി എക്കോസിസ്റ്റത്തിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അതുപോലെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അങ്ങനെ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് 2018-19 മുതലാണ് ഈ ഒരു SFSI സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. 2018-19 ആ ഒരു ഇയറിലത്തെ ആദ്യത്തെ സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി ഇൻഡെക്സ് അനൗൺസ് ചെയ്തത് ഈ ഒരു വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേയിലാണ്. അതായത് 7th June 2019 അത് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഈറ്റ് റൈറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഫാസയും തമ്മിലുള്ള ഒരു ഇനീഷ്യേറ്റീവാണ് ഈ ഒരു ഈറ്റ് റൈറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് രാജ്യത്തിലുള്ള ഈ ഒരു ഫുഡ് സിസ്റ്റത്തിനെ ട്രാൻസ്ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ് ആരംഭിച്ചിട്ടുള്ളത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻ ഓർഡർ ടു ensure safe, healthy and sustainable food for all Indians. 2017 നാഷണൽ ഹെൽത്ത് പോളിസി ആയിട്ടാണ് ഇത് അലൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല അത് ഫോക്കസ് ചെയ്തിരിക്കുന്നത് പ്രിവെൻറ്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയറിനെയാണ്. കൂടാതെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാംസ് ലൈക്ക് ആയുഷ്മാൻ ഭാരത്, പോഷവാൻ അഭിയാൻ, അനീമിയ മുക്ത് ഭാരത് ആൻഡ് സ്വച്ഛ് ഭാരത് മിഷൻ. ഈറ്റ് റൈറ്റ് സ്റ്റേഷൻ സർട്ടിഫിക്കേഷൻ. ഈ ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് ഫാസയാണ്. റെയിൽവേ സ്റ്റേഷനുകൾക്കാണ് ഫാസയെ കൊടുക്കുന്നത്. യാത്രക്കാർക്ക് സുരക്ഷിതവും ആരോഗ്യപരമായിട്ടുള്ള ഫുഡുകൾ കൊടുക്കുന്നതിനുള്ള ഈ ഒരു നിശ്ചയിച്ചിട്ടുള്ള ഫാസി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സ്റ്റേഷനുകൾക്ക് മാത്രമാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഫാസെ കൊടുക്കുന്നത്. ഇത് പാർട്ട് 1 വീഡിയോ ആണ്. ഇനി പാർട്ട് 2 വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും.